ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗി വേണു ചികിത്സ കിട്ടാതെ മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ നമ്മുടെ മുന്നിലുണ്ട്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള രോഗി വേണുവിന്റെ ശബ്ദ സന്ദേശം കേരളം മുഴുവൻ കേട്ടതാണ്. കുടുംബം ഇപ്പോൾ ആരോപണവുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയും ആരോഗ്യ വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു പരാമർശം വരികയാണ്. അത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നാണ്. ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ്. എല്ലാവർക്കും ഡോക്ടർ ഹാരിസിനെ ഇപ്പോൾ അറിയാം. ഈ രോഗിയെ തറയിൽ കിടത്തിയ സംഭവത്തിൽ രൂക്ഷ വിമർശനമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തുന്നത്. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം നിലത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ്. അതിനകത്ത് നമുക്കെന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടി വരും. ഞാൻ 1986 മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ശരിയല്ല. അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടിലുള്ളൊരു ചെറിയ വ്യത്യാസം, എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. അതായത് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങളോ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടത്. അമൽ തേനമറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഈ വേണുവിന്റെ മരണം തീർത്തും ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിന്റെ എല്ലാ വസ്തുതകളും നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ആ ഓഡിയോ സന്ദേശം, തനിക്ക് ചികിത്സ കിട്ടിയിട്ടില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട വേണുവിന്റെ ഓഡിയോ സന്ദേശം നമ്മുടെ മുന്നിൽ ഉണ്ട്. ആ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര ചികിത്സ വേണമെന്ന് പറഞ്ഞാണ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഇപ്പോൾ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു പേരല്ല, എല്ലാവർക്കും അറിയാം. ആരോഗ്യ വകുപ്പിനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണമാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം? അവിടുത്തെ സത്യാവസ്ഥ ബോധ്യമുള്ളത് കൊണ്ടാണോ? അതിൻ്റെ എല്ലാ ദിവസവും അവിടുത്തെ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണോ ഡോക്ടർ ഹാരിസ് ഇങ്ങനെ പറയുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും എന്തെങ്കിലും തർക്കമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും തർക്കമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യമന്ത്രിയും സമ്മതിക്കും. പക്ഷേ പറയുമ്പോൾ 100 കോടിയുടെ വികസനം നടത്തിയതിൻ്റെ കഥ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യമന്ത്രി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഹാരിസ് ചിറക്കൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 2-ാം വാർഡ്, 28-ാം വാർഡ്, ഈ വാർഡുകളിലേക്കൊക്കെ കയറി ചെന്നിട്ടുണ്ട് എങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ, കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ അഭിമാന സ്തംഭം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ആശുപത്രിയാണ്. അങ്ങനെ നമ്മൾ പൂർണ്ണമായും കുറ്റം പറയുന്നുമില്ല. കാരണം കന്യാകുമാരി അടക്കമുള്ള തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും ആലപ്പുഴ മുതൽ താഴേക്ക് ഇങ്ങോട്ടുള്ള എല്ലാ കേരളത്തിൻ്റെ ജില്ലകളിൽ നിന്നും ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പക്ഷേ അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വേണുവിന് തറയിൽ കിടത്തി ചികിത്സ നൽകി, അതോടൊപ്പം തന്നെ ഡോക്ടർമാർ അങ്ങനെ കൃത്യമായൊരു പരിചരണം നൽകിയില്ല എന്നുള്ള ഓഡിയോ സന്ദേശമൊന്നും കേട്ടപ്പോൾ എനിക്ക് കാര്യമായി ഞെട്ടൽ തോന്നിയില്ല. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ 2-ാം വാർഡിലും 28-ാം വാർഡിലുമൊക്കെ പലതവണ ഞാൻ പോയിട്ടുണ്ട്. അവിടെ കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. തറയിൽ കിടത്തി മരുന്ന് കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സംരക്ഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഈ 2-ാം വാർഡിലും 22-ാം വാർഡിലൊന്നും കയറാത്ത ആളുകൾക്ക് മാത്രമേ ഇതൊരു അത്ഭുതമായി തോന്നാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നല്ല, ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും രോഗികൾ നിലത്ത് കിടക്കുന്നത് നമ്മൾ കാണും. അത് കാരണം അത്രയും ആളുകൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്കൊക്കെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിരുന്നു. ഒരു വർഷത്തിൽ 80 ലക്ഷത്തിലും അധികം രോഗികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. വലിയ കണക്കാണ്. അത്രയും കപ്പാസിറ്റി താങ്ങാനുള്ള ആ മെഡിക്കൽ കോളേജിന് ശേഷിയില്ല എന്നുള്ളത് വസ്തുത. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്? അത്രയും മോശാവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ കൊടുത്തയച്ചത്. അപ്പോൾ തറയിലാണോ കിടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹാരിസ് അതാണ് ചോദിക്കുന്നത്. കാരണം അടിയന്തര ചികിത്സ വേണമെന്ന് നിർദ്ദേശിച്ച് ഒരാശുപത്രിയിലെ പരിമിതികൾ മൂലമായിരിക്കുമല്ലോ തിരുവനന്തപുരം പോലെയുള്ള മെഡിക്കൽ കോളേജ് പോലെയുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അവിടേക്ക് റെഫർ ചെയ്ത് വിടുക എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ ആൾ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുടുംബവും കൊണ്ടുവരുന്നത്. പക്ഷേ ഹാരിസ് ചോദിക്കുന്നതാണ്, ഇത്തരം അടിയന്തര ചികിത്സ വേണ്ട ഒരാളെ നിലത്താണ് കൊണ്ട് കിടത്തേണ്ടത്. അതിപ്പോൾ അവിടെ മറ്റ് ചെറിയ അസുഖങ്ങളുമൊക്കെയായി വന്ന് കിടക്കുന്ന ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഹൃദയാഘാതം മൂലം ചികിത്സ തേടി വരുന്ന ഒരാളെ അങ്ങനെ വൈകിപ്പിക്കേണ്ട ഒരു അസുഖമാണോ അത്? വേറെ ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ആയി ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്?
ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ പൈസ ഇല്ലാത്ത മനുഷ്യരാണല്ലോ ഇവിടേക്ക് വരുന്നത്. അപ്പൊ അവർക്കൊപ്പം സർക്കാരുണ്ട്. നമ്പർ 1 ആണ് ആരോഗ്യ കേരളത്തിൽ. അമേരിക്കയേക്കാൾ നല്ല സംവിധാനമാണ് ഇവിടെ എന്നാണല്ലോ ആവർത്തിച്ച് ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയേക്കാൾ നല്ല അമേരിക്കയുമായി കിടപിടിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ അതിലും മുകളിൽ നിൽക്കുന്ന സംവിധാനം എന്ന് പറയും. അതോടൊപ്പം തന്നെ ചില കണക്കുകൾ എടുത്തു കാട്ടി ശിശുമരണത്തിന്റെ നിരക്ക് അതൊക്കെ നമ്മൾ മുന്നിലാണെന്നേ. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു സർക്കാരിനെ മാത്രം നേട്ടമായി കാണേണ്ടതല്ല. എന്ന് മാത്രമല്ല അതൊക്കെ കഴിഞ്ഞ കുറേ കാലമായി കേരളം ആർജിച്ചെടുത്ത ഒരു കരുത്താണ്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ പോലും ഈ നമ്പർ 1 എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഒരു ആശുപത്രി ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത്? ഇപ്പോൾ ഹാരിസ് ചിറക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട് നീളെ സാധാരണ ഉള്ള ആശുപത്രികളുടെ എല്ലാം ജില്ലാ ആശുപത്രികളുടെ ബോർഡ് മാറ്റി അവിടെ മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ മാത്രം മെഡിക്കൽ കോളേജ് ആകുമോ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ക്യാബിനറ്റിൽ ഒരു തർക്കമുണ്ടായ കാര്യം ബുധനാഴ്ചയാണ് ഉണ്ടായത്. പതിയെയാണ് വാർത്ത പുറത്തേക്ക് വന്നത്. പിണറായി സർക്കാരിൽ ഒരു തർക്കമുണ്ടായത് പുറത്തേക്ക് വന്നു എന്നുള്ളത് തന്നെ അത്ഭുതമുള്ള കാര്യമാണ്. അതിന് 2 CPM മന്ത്രിമാരാണ്. അപ്പോൾ ആ തർക്കത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു 150 ജീവനക്കാരെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് കാസർഗോഡ്, കോന്നി, ഇടുക്കി, വയനാട് പുതിയതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളാണ്. അവിടെ കെട്ടിടം മാത്രമേ ഉള്ളൂ, അവിടെ ജീവനക്കാരില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് പറയുന്നു. അത് ACS ഫിനാൻസ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് അതിന് അനുമതി നൽകുന്നു. പക്ഷേ മന്ത്രിയുടെ അടുത്തേക്ക് വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് അത് വെട്ടുകയാണ്. ഈ IMAയുടെയും KGMOയുടെയും ഡോക്ടർമാരൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഡോക്ടർമാരുടെ എണ്ണം കൂട്ടണം, ജീവനക്കാരുടെ എണ്ണം കൂട്ടണം. ഇത് പരിമിതമാണ്. ഇത് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു രോഗി എത്തിയാൽ, ഞാൻ ഡോക്ടർമാർ ഈ വിഷയത്തിൽ പൂർണ്ണമായും കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം ഒരു ആശുപത്രിയിലേക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരമാവധിയിൽ കൂടുതൽ അവർ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം നോക്കാൻ കഴിയുന്ന, ചികിത്സിക്കാൻ കഴിയുന്ന രോഗികളുടെ ഒരു എണ്ണം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് എത്രയോ തിരുവനന്തപുരത്തെ ഡോക്ടർമാർ പൊതുവെ എനിക്ക് തോന്നുന്നു പോകാറുണ്ട്. നമ്മൾ KGMOയുടെയും IMAയുടെയും ഡോക്ടർമാരുടെ അടുത്തൊക്കെ ഈ വിഷയത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ ഡോക്ടർ സുൽഫിയോട് സംസാരിച്ചപ്പോൾ പറയുകയാണ്, നമുക്കൊരു രോഗിയെ മറ്റ് രാജ്യങ്ങളിലൊക്കെ, വിദേശ രാജ്യങ്ങളിലൊക്കെ രോഗിയെ നോക്കുന്നത് ഒരാളെ ഇരുത്തി സംസാരിച്ച് വിശദമായി എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞ് മുഴുവൻ പരിശോധനയും നടത്തി പോകണമെങ്കിൽ ഒരു ശരാശരി രോഗം, അതായത് നല്ലൊരു പനിയുമായി ചെന്നാൽ പോലും ഒരു 10-15 മിനിറ്റ് വേണം. കേരളത്തിലെ ഏത് സർക്കാർ ആശുപത്രിയിലാണ് 15 മിനിറ്റ് എടുത്തൊരു രോഗിയെ നോക്കുന്നത്? ഇതിങ്ങനെ അപ്പം ചുടുന്നത് പോലെ ആളുകളെ കണ്ട് കടത്തിവിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാകും. ഡോക്ടർമാരെ മാത്രം കുറ്റം പറയാൻ കഴിയുന്നില്ല. സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. ആ സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് മന്ത്രി തന്നെയാണ്. ഇനിയിപ്പോൾ ആ സിസ്റ്റം ശരിയാക്കാൻ അതിനുശേഷം മന്ത്രി എന്തെങ്കിലും ചെയ്തോ എന്നറിയില്ല. ഹാരിസ് ചിറക്കൽ തന്നെ പറഞ്ഞത് വെച്ചിട്ടാണ് മന്ത്രി അന്നത് തിരുത്തി പറഞ്ഞത്. ഇനിയിപ്പോൾ ഹാരിസ് ചിറക്കൽ ഒന്ന് പറഞ്ഞ് ഹാരിസ് ചിറക്കലിനെ ഒന്ന് ക്ഷമിച്ച് വിട്ടതാണ്. ഇനിയിപ്പോൾ ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു പ്രതികരണം ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയാണ്. അത് അബദ്ധത്തിൽ പറഞ്ഞതല്ല. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പരിപാടിയിലും പറഞ്ഞു, പുറത്തിറങ്ങിയ മാധ്യമങ്ങളോടും പ്രതികരിച്ചു. ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണം. കാരണം യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന ഒരാൾ ഇത്തരം ഗുരുതരമായ ഒരു പരാമർശം നടത്തുകയാണ്. അത് ഞാനോ ആര്യോ നടത്തുന്നത് പോലെയല്ല. ആ ആശുപത്രിയിൽ നിരന്തരം കയറി ഇറങ്ങുന്ന ഒരാൾ ആ പ്രതികരണം നടത്തുമ്പോൾ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും എല്ലാം വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യതയുണ്ട്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. എന്തായാലും സിസ്റ്റത്തിന്റെ മേൽ പഴിചാരി എന്തായാലും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു സാധാരണക്കാരന്റെ ജീവനാണ് നഷ്ടമായത്. ചികിത്സ കൊടുത്തിട്ടില്ല എന്നല്ല പറയുന്നത്. ചികിത്സ ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്, അതും അടിയന്തര ചികിത്സ വേണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തൊരു രോഗിയെ